വിജയ് ഠാക്കൂർ അവിടെ തിരുവനന്തപുരത്ത് വന്ന് ഈ എയ്ഡ്സ് സെല്ലിൽ ചെന്ന് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ അന്ന് ഡോക്ടർ മാധവൻ നായർ എന്ന് പറഞ്ഞ ആളായിരുന്നു എൻ്റെ ഡയറക്ടർ. അദ്ദേഹം ഒരു നോട്ടീസ് കൊടുത്തു, ഇങ്ങനെ ഒരു നോട്ടീസ് ഇവിടെ ഉണ്ട്, നിങ്ങൾ അല്ലാതെ വേറൊന്നും ഇപ്പോൾ സെക്സ് വർക്കേഴ്സിൻ്റെ ഇടയ്ക്ക് അല്ലെങ്കിൽ പ്രോസ്റ്റിറ്റ്യൂഷൻ, വിമൻ ആൻഡ് പ്രോസ്റ്റിറ്റ്യൂഷൻ ഒക്കെയാണ് അന്ന് കുറച്ചും കൂടി ഇതായിട്ട് പറഞ്ഞത്. അവരുടെ ഇടയ്ക്ക് വർക്ക് ചെയ്യുന്ന ആരും ഇല്ല, ഇയാൾ ഇങ്ങനെ ഒരു മീറ്റിംഗ് വിളിച്ചിട്ടുണ്ട്. അങ്ങനെ വിജയ് ഠാക്കൂർ നേരെ കോഴിക്കോട്ടേക്ക് വരും ഈ മീറ്റിങ്ങിലേക്ക് വരും. മീറ്റിങ്ങിൽ വരുമ്പോൾ ആളുടെ കൂടെ ഒരു സെക്സ് വർക്കറും കൂട്ടിയിട്ട് വരണേ, തിരുവനന്തപുരത്ത് നിന്ന്. അത് പ്രഗ്നൻ്റ് ആയിട്ടുള്ള ഒരു ലേഡിയായിരുന്നു, അത് ജിജി എന്നോ മറ്റേ പേര്. എന്നിട്ട് എനിക്ക് ഡ്യൂട്ടി തരികയാണ്, തിരിച്ച് അവരെ അവിടെ കൊണ്ടാക്കാം. അപ്പോൾ അവരെ പോയിക്കോളും, പക്ഷേ എന്തിനാണെന്നറിയില്ല തിരിച്ച്. അപ്പോൾ ഞാനും അവരെ കൂട്ടി തിരുവനന്തപുരത്ത് പോയി അവരെ അവിടെ ഒരു ഹോസ്റ്റലിൽ എവിടെയാക്കി ഞാൻ തിരിച്ചു പോയിട്ടുണ്ട്. അപ്പം വിജയ് ഠാക്കൂർ അന്ന് വന്നിട്ട് എന്നോട് പറഞ്ഞു, നീ ഇങ്ങനെ മീറ്റിംഗ് നടത്തിയിട്ട് കാര്യമില്ല, സ്ത്രീകൾ സെക്സ് വർക്കേഴ്സ് അല്ലെങ്കിൽ വിമൻ അവർ വേണം മീറ്റിംഗ്, അവരുടെ മീറ്റിംഗ് നമുക്ക് വേണ്ടു, വേറൊരാളുടെ മീറ്റിംഗ് നടത്തിയിട്ട് ഒരു കാര്യമില്ല. അതാണ് വലിയൊരു ഷിഫ്റ്റ് ഉണ്ടായത്. അത് ഭയങ്കര ഒരു പോയിന്റ് തന്നെയായിരുന്നു. അത് ത്രൂ ഔട്ട് നമുക്കതൊരു ഗൈഡൻസ് എന്നുള്ള നിലയ്ക്ക് സംഘടന വിജയിക്കാൻ കാരണം ആ തരത്തിൽ ആ വിഷയം അങ്ങനെ മുന്നോട്ട് വരാനുള്ള പ്രധാന കാരണം ഇവരുടെ സംഘടനയായിരുന്നതാണ്.